ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തുടർച്ചയായ രണ്ടാം തവണയും ഒറ്റ സീറ്റിൽ ഒതുങ്ങിയത് ഇടതുമുന്നണിക്ക് വൻ തിരിച്ചടിയായി. കഴിഞ്ഞ തവണത്തേതിൽ ഒരു സീറ്റ് പോലും വർദ്ധിപ്പിക്കാനാകാത്തതിന് പുറമെ BJP അക്കൗണ്ട് തുറന്നതും LDF നേതൃത്വത്തിന് കനത്ത ക്ഷീണമായി. ആലത്തൂർ ഒഴികെ എല്ലാ മണ്ഡലങ്ങളിലും അടിതെറ്റിയ തോൽവിക്ക് ഉത്തരവാദി ആര് എന്നതാണ് നേതൃത്വത്തിന് നേരെ ഉയരുന്ന ചോദ്യം. ആ ചോദ്യത്തിന് സത്യസന്ധമായ ഉത്തരം കണ്ടെത്തുന്നിടത്ത് നിന്നേ മുന്നണിക്ക് ഇനി കരകയറാനാകും. CPM-ന്റെയോ LDF-ന്റെയോ ഉരുക്കുകോട്ടയെന്നോ ശക്തിദുർഗമെന്നോ കരുതിയിടത്തെല്ലാം മുന്നണിക്ക് നിലതെറ്റി. ഏകശിലാരൂപമെന്ന് കരുതിപ്പോരുന്ന കണ്ണൂരിലെ പാർട്ടിയുടെ പൊന്നാപുരം കോട്ട വരെ ഇളകി. എന്തിന്? ആരാലും ചോദ്യം ചെയ്യപ്പെടാത്ത നേതാവായ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ധർമ്മടത്ത് പോലും ഇടയ്ക്ക് എതിരാളികൾ ലീഡ് ചെയ്തു. സംസ്ഥാനമാകെ ഉണ്ടായ തിരിച്ചടിയെന്ന് വിലയിരുത്തി ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുന്നതിന് പകരം ഈ ശക്തി കേന്ദ്രങ്ങളിൽ എന്ത് സംഭവിച്ചെന്ന് മനസ്സിലാക്കി അതിനെ സാമാന്യവൽക്കരിച്ചാൽ എന്താണ് തോൽവിയുടെ കാരണമെന്ന് എളുപ്പം വ്യക്തമാകും. അപ്പോൾ ഈ തോൽവിക്ക് ഒരു ഉത്തരവാദി അല്ലെങ്കിൽ കാരണഭൂതനുണ്ടാകും. അതാരാണ്? ഭരണമോ പാർട്ടിയോ? ഭരണത്തെ വാച്യാർത്ഥത്തിലും പാർട്ടി അന്തരാർത്ഥത്തിലും നയിച്ചത് ഒരാൾ തന്നെ, മുഖ്യമന്ത്രി പിണറായി വിജയൻ. അദ്ദേഹത്തിന് നേരെ ചോദ്യങ്ങൾ ഉയരാൻ തിരഞ്ഞെടുപ്പ് ഫലം വഴിവെക്കും. എന്നാൽ ആര് അതിന് ധൈര്യപ്പെടും എന്നതാണ് ചോദ്യം. സംസ്ഥാന സെക്രട്ടറിയിലും സംസ്ഥാന കമ്മിറ്റിയിലും ആരെങ്കിലും അതിന് ധൈര്യപ്പെട്ടില്ലെങ്കിൽ സർവനാശത്തിന്റെ വഴിയിലേക്ക് പ്രസ്ഥാനം അതിവേഗം പ്രവേശിക്കുന്നത് കാണേണ്ടി വരും. 2019 19 സീറ്റിലും തോറ്റമ്പിയത് മാത്രമല്ല LDF-നെ ആശങ്കപ്പെടുത്തേണ്ടത്. മിക്കവാറും മണ്ഡലങ്ങളെല്ലാം BJP-യുടെ വോട്ട് ശതമാനം കുത്തനെ ഉയർന്നതും ആപൽ സന്ദേശമാണ്. തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പത്തനംതിട്ട, ആലപ്പുഴ എന്നിങ്ങനെയുള്ള മണ്ഡലങ്ങളിൽ BJP-യുടെ വോട്ട് വിഹിതം 28% മുകളിലാണ്. തൃശൂരിലെ തോൽവിയിൽ കോൺഗ്രസിനെ പഠിച്ചും ജനകീയ അടിത്തറ തകർന്നിട്ടില്ലെന്ന പഴയ പല്ലവി ആവർത്തിച്ചും മുന്നോട്ടു പോയാൽ സ്ഥിതി ആശാവഹമാകില്ല. 20 സീറ്റിൽ ഒരിടത്ത് മാത്രമാണ് ജയിച്ചത്, ആലത്തൂരിൽ. അവിടെ ജയിച്ച K. രാധാകൃഷ്ണൻ നേതാവും പാർട്ടിയിലെ മറ്റു നേതാക്കളും തമ്മിലുള്ള പ്രകടമായ വ്യത്യാസം മനസ്സിലാക്കിയാൽ തന്നെ ജയത്തിലേക്കെത്താനുള്ള ശരിയായ വഴിയെന്ന് വ്യക്തമാകും. റിപ്പോർട്ടർ R. ശ്രീജിത്ത്, റിപ്പോർട്ടർ, ആലപ്പുഴ.